സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023-24 വർഷത്തെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സെൽ ഓർഗനൽ ഗിവൺ ബിലോ, റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ചുവടെ ചിത്രീകരിച്ചിരിക്കുന്ന കോശാംഗം ഏത്, അതിൻ്റെ ധർമ്മം എന്ത്. ഇതൊന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. ഒരുപാട് ഓർഗനൽസ് ഒക്കെ തന്നിട്ട് അതിൻ്റെ ഫംഗ്ഷനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഭാഗം നിങ്ങൾക്കുണ്ട് പഠിക്കാൻ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇത്. ഗോൾജി കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? കളക്ട് സെക്രീഷൻസ് ഇൻ സ്മോൾ വെസിക്കിൾസ്. ഇതിൻ്റെ ധർമ്മം നോക്കാം. കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് എൻഡോമെട്രിയം, ടെസ്റ്റിസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, വാസ് ഡെഫറൻസ്. അതായത് എൻഡോമെട്രിയം വൃഷണം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ബീജവാഹി. ഇതിൻ്റെ ആൻസർ വരുന്നത് എൻഡോമെട്രിയം ആണ്. ഇതിൻ്റെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് അതേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മെയിൽ സെക്സ് ഓർഗൻ. മലയാളത്തിൽ പറയാം, മറ്റുള്ളവയെല്ലാം പുരുഷ ലൈംഗിക അവയവവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ഗിവൺ ഫുഡ് ചെയിൻ. തന്നിരിക്കുന്ന ഭക്ഷ്യശൃംഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പ്രൈമറി കൺസ്യൂമർ ഓഫ് ദിസ്. ഇതിലെ പ്രാഥമിക ഉപഭോക്താവ് ഏത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഗ്രാസ് ഹോപ്പർ ആണ്, പുൽച്ചാടിയാണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ട്രോഫിക് ലെവൽ ഡസ് സ്നേക്ക് ബിലോങ് ടു. പാമ്പ് ഉൾപ്പെടുന്ന പോഷണതലം ഏതാണെന്ന്. ഏതാ വരണത്? ട്രോഫിക് ലെവല് 4 ആണ് വരുന്നത്, അതായത് പോഷണതലം 4. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂർത്തിയാക്കുക. ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഈസ്ട്രജൻ. സ്ത്രീ ലൈംഗിക ഹോർമോണാണ് ഈസ്ട്രജൻ. മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ സെക്സ് ഹോർമോൺ. അടുത്തത് വരുന്നത് ബാക്ടീരിയ, ബൈനറി ഫിഷൻ. ബാക്ടീരിയയിൽ ദ്വിവിഭജനമാണ് നടക്കുന്നത്. ഹൈഡ്രയിൽ നടക്കുന്നപ്പോൾ ഏതായിരിക്കും? ഹൈഡ്രയിൽ ബഡ്ഡിംഗ് ആണ് നടക്കുന്നത്. ബഡ്ഡിങ്ങിൻ്റെ മലയാളമാണ് മുകുളനം. അപ്പോൾ ഹൈഡ്രയിൽ നടക്കുന്നത് മുകുളനം എന്ന് പറയുന്ന പ്രോസസ്സാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി സർവീസസ് ബൈ യൂസിങ് ദ ഗിവൺ ഹിൻസ്. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ജൈവ വൈവിധ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രീകരണം പൂർത്തിയാക്കുക. ഇവിടെ ഹിൻഡുകൾ തന്നിട്ടുണ്ട്. ഫ്യൂവൽസ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ബാലൻസ്, ബയോളജിക്കൽ കൺട്രോൾ, റിച്വൽസ് ആൻഡ് ദർ പ്രാക്ടീസസ്. സൂചകങ്ങൾ ഇന്ധനങ്ങൾ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് സന്തുലനം, ജൈവ നിയന്ത്രണം, ആചാരാനുഷ്ഠാനങ്ങൾ. ഫസ്റ്റ് നോക്കാം, ഇക്കോളജിക്കൽ സർവീസസ്, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ. ഇതിൽ വരുന്നത് ഏതായിരിക്കും? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ബാലൻസ് ആണ് വരുന്നത്. അടുത്തത് ഓക്സിലറി സർവീസസ്, അതായത് സഹായ സേവനങ്ങളാണ്. അതിൽ വരുന്നതാണ് ബയോളജിക്കൽ കൺട്രോൾ. അടുത്തതാണ് കൾച്ചറൽ സർവീസസ്, സാംസ്കാരികപരമായിട്ടുള്ള സേവനങ്ങൾ. അതിൽ വരുന്നതാണ് റിച്വൽസ് ആൻഡ് ദർ പ്രാക്ടീസസ്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്, അതായത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത. അതിൽ വരുന്നതാണ് ഏത് വരുന്നത്? ഫ്യൂവൽസ് വരുന്നത്. ജൈവ വൈവിധ്യ സേവനങ്ങൾ, പാരിസ്ഥിതിക സേവനങ്ങൾ. അതിൽ വരുന്നതാണ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് സന്തുലനം. രണ്ടാമത്തതാണ് സഹായ സേവനങ്ങൾ. സഹായ സേവനങ്ങളിൽ വരുന്നതാണ് ജൈവ നിയന്ത്രണം. മൂന്നാമത്തത് സാംസ്കാരിക സേവനങ്ങൾ. സാംസ്കാരിക സേവനങ്ങളിൽ വരുന്നതാണ് ആചാരാനുഷ്ഠാനങ്ങൾ. അടുത്തത് അവശ്യ വസ്തുക്കളുടെ ലഭ്യത. അതിൽ വരുന്നതാണ് ഇന്ധനങ്ങൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ ഫിഗർ. ചിത്രം തിരിച്ചറിഞ്ഞ് പേരെഴുതുക. തന്നിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് പുംബീജത്തിൻ്റെയാണ്, അതായത് സ്പേം. വേണമെങ്കിൽ നമുക്ക് മെയിൽ ഗാമേറ്റ് എന്ന് കൂടിയും പറയാം. അങ്ങനെ പറയാനും തെറ്റൊന്നുമില്ല കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെൽ ഓർഗനൽ ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തിനുള്ളിൽ കാണപ്പെടുന്ന കോശാംഗം ഏത്? ഇതിൻ്റെ പ്രാധാന്യം എന്ത്? എക്സ് എന്ന് പറയുന്നത് ഈ സ്പേമിൻ്റെ മിഡിൽ പോർഷനാണ് അല്ലേ. ആ മിഡിൽ പോർഷനാണ് മൈറ്റോകോൺട്രിയ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസിൽ നമുക്ക് കൊടുക്കാം ഫോർ എനർജി റിലീസ്. മൈറ്റോകോൺട്രിയയുടെ പ്രാധാന്യം എന്താ? ഊർജ്ജോൽപാദനത്തിനാണ് ഇത് സഹായിക്കുന്നത്. അതായത് ഈ സ്പേമിന് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഊർജ്ജം വേണം. അപ്പോൾ ആ ഊർജ്ജത്തിനെ കൊടുക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു പ്രൊട്ടക്റ്റ് ഇൻഡൈജീനിയസ് വെറൈറ്റീസ് വെൻ പ്ലെൻറ്റി ഓഫ് ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ്സ് ആർ അവൈലബിൾ.
ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ. ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളം ഉള്ളതിനാൽ നാടൻ ഇനങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം സാധൂകരിക്കുക. ഇതിൻ്റെ ആൻസർ നോ. Unlike the hybrid varieties, indigenous varieties are disease resistant and easily rearable. യോജിക്കുന്നില്ല. നാടൻ ഇനങ്ങൾക്ക് സങ്കര ഇനങ്ങളെക്കാൾ പ്രതിരോധ ശക്തിയുണ്ട്. പരിപാലനം എളുപ്പമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The relevant part of a science journal is given below. Analyze it and answer the questions. ഒരു ശാസ്ത്ര ലേഖനത്തിൻ്റെ പ്രശസ്ത ഭാഗമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. A decrease in the level of hemoglobin in the blood of adolescent children can cause a loss of memory and concentration. കൗമാരക്കാരായ കുട്ടികളിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അവരുടെ ഓർമ്മയും ഏകാഗ്രതയും കുറയുന്നതിന് കാരണമാകുന്നു. A question. Which disease condition is mentioned here? Deficiency of which element causes this condition? ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന രോഗാവസ്ഥ ഏത് മൂലകത്തിൻ്റെ അഭാവമാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാവുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് അനീമിയ. അതായത് എന്തിൻ്റെ ഡെഫിഷ്യൻസിയാ? അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ഇരുമ്പിൻ്റെ അഭാവമാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ ദ ഫുഡ് ഹാബിറ്റ് ഓഫ് അഡോളസൻസ് ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസ് കണ്ടീഷൻ? കൗമാരക്കാരിൽ ഈ രോഗാവസ്ഥ വരാതിരിക്കാൻ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ആൻസർ നോക്കാം. ഇൻക്ലൂഡ് അയൺ റിച്ച് ഫുഡ് ഐറ്റംസ്, സീസണൽ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എക്സെട്ര. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ശീലമാക്കുക. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. തന്നിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. വിട്ടുപോയിട്ടുള്ള ഭാഗം എ എന്ന് പറയുന്നത് പാരൻകൈമയാണ്. ഇത് ചെടികളിൽ ഫോട്ടോസിന്തസിസും സ്റ്റോറേജ് ഓഫ് ഫുഡിനും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് കോളങ്കൈമ. കോളങ്കൈമയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗീവ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. അടുത്തത് വരുന്നത് ബി എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് സ്ക്ലീറങ്കൈമയാണ്. അതാണ് ഗീവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. എ എന്ന് പറയുന്നത് പാരൻകൈമയാണ്. അത് സസ്യങ്ങളെ പ്രകാശസംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി കോളങ്കൈമയിൽ വരുന്നതാണ്. കോളങ്കൈമ സസ്യങ്ങൾക്ക് താങ്ങും വഴക്കവും നൽകുന്നു. അടുത്താണ് സ്ക്ലീറങ്കൈമ. സ്ക്ലീറങ്കൈമയാണ് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. പത്താമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു എക്കോളജിക്കൽ ഇൻ്റഗ്രേഷൻ ഇൻ ദ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പാരസിറ്റിസം, പരാദജീവനം. അതിൻ്റെ പെക്യുലാരിറ്റീസ് നമുക്ക് നോക്കാം. ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഹാംഫുൾ ടു അതർ. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ലോറാന്തസ് ആൻഡ് മാംഗോ ട്രീ. പരാദജീവനത്തിൻ്റെ പ്രത്യേകതകൾ വരുന്നതാണ് ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇതിൻ്റെ ഉദാഹരണം വരുന്നത് മാവും ഇത്തിൽക്കണ്ണിയും. ഇനി ഇവിടെ സി തന്നിട്ടില്ല, പക്ഷെ പെക്യുലാരിറ്റി തന്നിട്ടുണ്ട്. ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഈസ് നൈദർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ടു ദി അതർ. അപ്പോൾ അതിൻ്റെ ഡിയും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിന് ഗുണകരമാണ് മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി വരുന്നത് കമൻസെലിസം ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് വാൻഡ ആൻഡ് മാംഗോ ട്രീ. ഇവിടെ സി വന്നിരിക്കുന്നത് കമൻസെലിസവും അതിൻ്റെ ഉദാഹരണം വരുന്നത് മാവും മരവാഴയും. അടുത്തിവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ. അപ്പോൾ അതിൽ ഇ വരുന്നത് ഏതായിരിക്കും? മ്യൂച്വലിസം, ബെനിഫിഷ്യൽ ടു ബോത്ത്. ഉദാഹരണം തന്നിരിക്കുന്നത് പൂവും പൂമ്പാറ്റയാണ്. അപ്പോൾ അതിൽ ഇ വരുന്നത് മ്യൂച്വലിസവും അതിൻ്റെ പ്രത്യേകതയിൽ വരുന്നത് രണ്ടിനും ഗുണകരം. 11ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വർഗീകരണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. Some bacteria belongs to kingdom Monera are different from other bacteria in cell structure and physiological functions. മൊനീറ കിങ്ഡത്തിലെ ഒരു വിഭാഗം ബാക്ടീരിയകൾ കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണ്. വിച്ച് ബാക്ടീരിയ ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ? ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ബാക്ടീരിയ ഏത്? ഈ ബാക്ടീരിയയുടെ പേരാണ് ആർക്കി ബാക്ടീരിയ. ഈ ക്വസ്റ്റ്യൻ. What modification was made in the 5 kingdom classification to indicate this bacteria?
ഈ ബാക്ടീരിയകളെ ഉൾപ്പെടുത്താൻ 5 കിങ്ഡം വർഗീകരണത്തിൽ വരുത്തിയ പരിഷ്കാരം എന്ത്? ഇതിൻ്റെ ആൻസർ മൊനീറ വാസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 2 കിങ്ഡംസ്, നെയ്മിലി ആർക്കിയ ആൻഡ് ബാക്ടീരിയ. മൊനീറ കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നീ കിങ്ഡങ്ങളാക്കി മാറ്റി. ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ സയൻറ്റിസ്റ്റ് who proposed this modification. Which level of classification above the kingdom was proposed by him? ഇത് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? അദ്ദേഹം കിങ്ഡത്തിന് മുകളിലായി നിർദ്ദേശിച്ച വർഗീകരണ തലം ഏത്? അപ്പോൾ ഇതിൻ്റെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് കാൾ വൗസ് ആണ്. കിങ്ഡത്തിനു മേലെ അദ്ദേഹം നിർദ്ദേശിച്ച തലം എന്ന് പറയുന്നത് ഡൊമൈൻ തലമാണ്. കാൾ വൗസ് 6 കിങ്ഡം ഇൻക്ലൂഡിംഗ് ദ ഡൊമൈൻ ലെവൽ. 12ാം ക്വസ്റ്റ്യൻ. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കൺസർവേഷൻ മെത്തേഡ് ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതി ഏത്? ആ രീതിക്ക് പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. ബി ക്വസ്റ്റ്യൻ. Choose examples related to this conservation method from the given list. നാഷണൽ പാർക്ക്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഈ രീതിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്തെഴുതുക. നാഷണൽ പാർക്ക്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ഇതിൻ്റെ ആൻസർ വരുന്നത് നാഷണൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം 2 ഓർഗനൈസേഷൻസ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന 2 സംഘടനകളുടെ പേരെഴുതുക. ഇതിൽ വരുന്നതാണ് IUCN, WWF. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചിത്രം നിരീക്ഷിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് എസ് XY ഇൻ ദ ഗിവൺ ഫിഗർ. തന്നിരിക്കുന്ന ചിത്രത്തിൽ XY ഏതൊക്കെയാണെന്ന് ലേബിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ X എന്ന് പറയുന്നത് ഏതാ? ഓവിഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. Y എന്ന് പറയുന്നത് ഓവറിയാണ് അല്ലേ. X എന്ന് പറയുന്നത് അണ്ഡവാഹിയും Y എന്ന് പറയുന്നത് അണ്ഡാശയവുമാണ്. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പാർട്ട് X? Carries ovum to the uterus. Fertilization takes place in the fallopian tube. B question. X എന്ന ഭാഗത്തിൻ്റെ ധർമ്മമെന്ത്? അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ബീജ സംയോഗം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. സി ക്വസ്റ്റ്യൻ നോക്കാം. Y എന്ന ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിൻ്റെ സവിശേഷതകൾ എന്ത്? സി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സെൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം പാർട്ട് Y? Ovum is larger than sperm and non-motile. Specialized protective layers are seen outside the cell membrane. അണ്ഡം വലുതും ചലനശേഷിയില്ലാത്തതുമാണ്. കോശസ്തരത്തിന് പുറത്ത് പ്രത്യേക സംരക്ഷണാവരണങ്ങളും ഉണ്ട്. ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോട് അവസാനിച്ചു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.